വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെയിറ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കുറച്ച് നൈറ്റി ഉണ്ടെന്നായിരുന്നു. കുറച്ച് നൈറ്റി ഉണ്ടെന്നപ്പോൾ എന്താ പറയേണ്ടത്, ആകെ എൻ്റെ കയ്യിൽ 5-8 കണ്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇട്ടൊരു എന്താ പറയേണ്ടത് ഒരു ഒന്നൊന്നര മണിക്കൂറും കൊണ്ട് എല്ലാം തീർന്നു പോയി. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞിരുന്നു, ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ റീസ്റ്റോക്ക് ചെയ്യുമെന്ന്. ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് നൈറ്റിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2-3 ടൈപ്പ് നൈറ്റീസ് ഉണ്ട്. അന്നത്തേലും കുറച്ചും കൂടെ സ്റ്റോക്ക് കൂടുതലുണ്ട്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വീഡിയോയുടെ ഇതെടുക്കുമല്ലോ, സ്ക്രീൻഷോട്ട് എടുക്കുമല്ലോ. ഈ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു നൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ 5-6 എണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ ചോദിക്കുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിത് ആർക്ക് കൊടുക്കണ്ട, എനിക്ക് ആകെ കൺഫ്യൂഷനാവും. ഞാനിത് പലരും സെയിം തന്നെ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് അയക്കുന്നതിൽ എനിക്ക് പ്രോബ്ലം ഇല്ല, പക്ഷെ ഞാൻ ഇതിൽ ഏതാർക്കാണ് എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് അതിൻ്റെ 2-3 അത്ര അയച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ തരും. അങ്ങനെ അയച്ചാൽ മതി. പിന്നെ അതില്ല എന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ വേറെ ഉണ്ടെങ്കിൽ വേറെ ചോദിച്ചാൽ മതി. അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അല്ലാണ്ട് നിങ്ങളിങ്ങനെ ഒരു നൈറ്റിക്ക് വേണ്ടിയിട്ട് കുറേ പിക്ക് ഇടണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ടാവുമല്ലോ, വീഡിയോ ഫുൾ അങ്ങോട്ട് കാണാം. എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് ഞാൻ കാണിക്കാം. ഫുള്ള് കണ്ടിട്ട് ഇട്ടാൽ മതി. അപ്പോഴത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഇനി പോയാൽ തന്നെയും കുഴപ്പമൊന്നുമില്ല. ഇനിയും ഞാൻ റീസ്റ്റോക്ക് ചെയ്യും. ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുതരും ഇഷ്ടം പോലെ. അതുകൊണ്ടൊരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾ പലരും ചോദിച്ചാൽ ബാട്ടിക് പ്രിന്റിൻ്റെ നൈറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട്. വൈറ്റ് ബേസ് ഉള്ള നൈറ്റീസ് എന്നോട് കുറച്ച് പേര് ചോദിച്ചു, അത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വൈറ്റ് അല്ലാണ്ട് നോർമൽ ടൈപ്പിലുള്ളതും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം വേറെ കളേഴ്സൊക്കെയുള്ള എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പം ഞാൻ അതെല്ലാം കൂടെ വേഗം കാണിക്കാം. പിന്നെ മാക്സിമം എനിക്ക് കിട്ടിയതെല്ലാം XL ആണ്. XXL ഉണ്ടായിരുന്നു, ഞാൻ എടുത്തേ ഇല്ല. കാരണം XXL നമുക്ക് ആർക്കും ആവശ്യം വരത്തില്ല. കാരണം അവിടുത്തെ നെറ്റ് അത്രയും വലുതാണ്, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അതിൻ്റെ ആവശ്യം വരത്തില്ല. അതുകൊണ്ട് എനിക്ക് XL ഇട്ടാൽ വലുതാണ്, നല്ല സൈസ് ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നേലും തടിയുള്ള വളരെ ചുരുക്കമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം XXL എടുത്ത്. എല്ലാം എന്നോട് ചോദിച്ചു, പക്ഷേ ആകെ എനിക്ക് ഒരൊറ്റ എണ്ണ കിട്ടുള്ളൂ. അത് ഞാൻ ഏറ്റവും ആദ്യം കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ വേഗം നൈറ്റീസ് കാണിക്കാം. അതിനും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ വീണ്ടും ഓരോന്നൊക്കെ ഇടുമ്പോൾ ഇനി സാരിയൊക്കെ ഇരിപ്പുണ്ട്, സാരിയുണ്ട്, കുർത്തികളുണ്ട്. കുർത്തിയൊക്കെ എന്താ പറയേണ്ടത്, നമ്മുടെ കാന്താ കോട്ടൻ്റെ ഒക്കെ നല്ല അനാർക്കലി ടൈപ്പ്, അനാർക്കലി അല്ല ഏലയും ഒക്കെ വന്നിരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ ഇടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ട് എനിക്കറിയാം. ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ പറഞ്ഞില്ലേ L സൈസിൻ്റെ ഒരു കുർത്തിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ അത് ഏറ്റവും ആദ്യം കാണിക്കാം. അത് L വേണ്ടവർ ഒരൊറ്റ കുർത്തിയുള്ളൂ എൻ്റെ കയ്യിൽ കേട്ടോ. അല്ല കുർത്തിയല്ല, സോറി, നൈറ്റി. ഈ കുർത്തി പറഞ്ഞ് എനിക്ക് കുർത്തിയാണ് വരുന്നത്. നൈറ്റി കേട്ടോ. അതായത് വൈറ്റ് ബേസിനകത്ത് പച്ച കുഞ്ഞു പ്രിൻ്റ്. ഇങ്ങനത്തെ ഉള്ള പ്രിൻ്റുകൾ എന്നോട് പലരും ചോദിച്ചു. ഇത് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 5-8 എണ്ണമെങ്കിലും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം മാത്രമേ L സൈസ് കിട്ടിയുള്ളൂ എനിക്ക്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ L സൈസ് വേണ്ടവർക്ക് കൊണ്ടുതരാം. ഈ പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് സ്മോൾ മീഡിയം ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടത് സ്മോളും മീഡിയം ഒക്കെയാണെന്ന്. അങ്ങനത്തെയും അവിടെ ഉണ്ട്. അതായത് L സൈസ് ആയതുകൊണ്ട് ഇത് കുറച്ച് ചെറിയ സൈസായിട്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഇത് വരുന്നത് വൈറ്റ് ബേസിൽ വരും. പ്ലീറ്റഡ് നൈറ്റിയാണ് കേട്ടോ. ഫ്രണ്ടിൽ പ്ലീറ്റ് ഉണ്ട്. കഴുത്തിൻ്റെതോ നെക്കിൽ വരുന്ന കട്ടിങ് ഇങ്ങനെ വരും. ഇതിന് ഇടുങ്ങിയൊന്നും ഇരിക്കില്ല, പാകത്തിന് ഇറങ്ങിയിട്ടൊക്കെയാണ് കട്ടിങ്. ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്, വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല, അല്ലാതെ നമുക്ക് ഇത് ഇടാൻ പറ്റും കഴുത്തിൽ കൂടെ. ഇത് ഇങ്ങനെയാണ് നൈറ്റി വരുന്നത് കേട്ടോ. വൈറ്റ് ബേസിലാണ് വരുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലിലാണ് നൈറ്റി വരുന്നത് കേട്ടോ. അല്ലാതെ ഇത് ഹാർഡ് സാധനമൊന്നുമല്ല, ഇത് നല്ല മെറ്റീരിയലിലാണ് ഈ നൈറ്റി വന്നിരിക്കുന്നത്. ഈ തരം നൈറ്റികൾക്കല്ല, ഇതിപ്പോൾ L സൈസാണ്. ഇത് ഒരെണ്ണേ ഉള്ളൂ എൻ്റെ കയ്യിൽ കേട്ടോ. ഈ ടൈപ്പ് ഇപ്പം ഞാൻ ആദ്യം കാണിക്കുന്ന എല്ലാ നൈറ്റികളുടെയും വില 340 രൂപയാണ് കേട്ടോ. സെക്കൻഡ് വൺ നോക്കിക്കോ. ഇനി കാണിക്കുന്നതെല്ലാം XL സൈസാണ് കേട്ടോ. XL സൈസാണ്. XL സൈസ് എല്ലാവർക്കും മതിയാവും. ഇതിനകത്തും വൈറ്റ് ബേസ് തന്നെയാണ്. അതിനകത്ത് കുഞ്ഞു പിങ്ക് കളറിൻ്റെ ചെറിയ ഫ്ലവേഴ്സ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴല്ല, നമുക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ലേ ഇച്ചിരിയും കൂടെ ഒരു വൃത്തിയുള്ള നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണം എന്ന്. അങ്ങനെയുള്ളപ്പോഴതാ നോക്കി നീളമൊക്കെ നോക്കി. ഞാനെല്ലാം ഇങ്ങനെ കാണിക്കുന്നില്ല, കാരണം ഇനി എല്ലാം XL ആണല്ലോ. അപ്പം നോക്കിക്കോ, നീളവും വീതിയും ഒന്ന് കാണിക്കാനോ ഒരെണ്ണത്തിൻ്റെ.
ഇത്രയും നീളം ഇത്രയും വീതി. ഇതിനെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇതിന്റെ താഴേക്ക് വരുമ്പം ഇങ്ങനെ നമ്മൾ നോർമൽ വാങ്ങിക്കുന്ന നൈറ്റികൾ നമ്മൾ ഈ 200-ന്റെയും 300-ന്റെയും ഒക്കെ 300-350-ന്റെ നൈറ്റി വാങ്ങിക്കാൻ പോകുമ്പോൾ ഉള്ള പ്രോബ്ലം, ഇവിടെ ഒരു ഇച്ചിരി വീതി കിട്ടും, താഴേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ അവർ തുണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കട്ടിങ് ചെറുതാക്കും. അപ്പം നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ തട്ടും, നടക്കാൻ പറ്റത്തില്ല. ഈ നൈറ്റിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമേ വരത്തില്ല. അത് ഇത്രയുമായി ഇതിൻ്റെ വെടുത്ത് വരുന്നത് കണ്ടില്ലേ. ഇതിൻ്റെ വില വരുന്നത് 340 ഇതിനൊക്കെ ആവശ്യത്തിന് കട്ടി ഉണ്ട് താനും, നല്ല ഒന്നാം തരം കോട്ടൺ മെറ്റീരിയലുമാണ്. കണ്ടോ, ഇതാണ് സെക്കൻഡ് നൈറ്റി. ഇനി ഇതിനകത്ത് കുറച്ച് കളർ വേണം എന്നുള്ളവർക്ക് കളറുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കിച്ചണിലൊക്കെ പണിയുമ്പോൾ നമുക്ക് എപ്പോഴും വൈറ്റ് ഇട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്കുള്ളതാണ്. നെക്ക് ഒരുവിധം എല്ലാത്തിൻ്റെയും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട്, ഇതിൻ്റെ അങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇങ്ങനെ വരും നൈറ്റി. പിന്നെ ഈ നൈറ്റി വരുന്നത് നമ്മുടെ ഈ പ്ലീറ്റഡ് നൈറ്റി അല്ല ഇത് കേട്ടോ. ഇത് നമ്മുടെ മറ്റേ അംബ്രല്ല കട്ട് നൈറ്റി ഉണ്ടല്ലോ, അതാണിത് കേട്ടോ. അംബ്രല്ല കട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഒതുങ്ങിയിട്ട് താഴേക്ക് വരുമ്പം ഫ്ലെയർ വരൂല്ലേ, ഇങ്ങനെ പ്ലീറ്റ് ഇല്ല. അംബ്രല്ല കട്ട് നൈറ്റി എന്ന് നമ്മൾ പറയില്ലേ, ഇവിടം വരെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ വിടുന്നത്. ഇതാണ് ഈ നൈറ്റി കേട്ടോ. ഇതിൻ്റെ കൈക്കും കുറച്ച് നീളമുണ്ട് കേട്ടോ. 3/4 സ്ലീവാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് 340 ആണ് കേട്ടോ. ഈ അംബ്രല്ല കട്ടിന് ഇപ്പോൾ 3/4 സ്ലീവാണ് ഒരു ഫാഷൻ. ഇത് വീണ്ടും വൈറ്റ് ബേസിൽ വരുന്നതാണ്. ഇങ്ങനെ വരും. ഇത് വൈറ്റ് ബേസിൽ ഗ്രീന്. ഇവിടെ നോക്കിക്കോ, ഇവിടെ വേണമെങ്കിൽ തുറക്കാം നമുക്ക്. 2-3 ബട്ടൺ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്ലീറ്റഡ് നൈറ്റിയാണ്. കളർ ഇത് ഗ്രീനാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഹാൻഡ്സ് നമുക്കിപ്പോൾ ഇവിടെ വരെ കിട്ടില്ലേ. ഹാൻഡ്സ് നോർമൽ നമ്മുടെ ഹാൻഡ്സിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് വരില്ലേ, അതുപോലത്തെ സ്ലീവ് ലെങ്ത്താണ് വരുന്നത്. ഇത് പ്ലീറ്റഡ് ആണ് കേട്ടോ. അപ്പം കാണിക്കുന്ന എല്ലാത്തിനും ഒരേ റേറ്റ് ആണ്. 340 ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ്. നെക്സ്റ്റ് നോക്കിക്കോ, ബ്ലൂ കളറിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈൻ. നെക്ക് സ്ക്വയർ നെക്ക്. നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ പാച്ച് ഉണ്ട്. വേറൊരു ഇത് കൊടുത്തിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും പ്ലീറ്റഡ് ആണ് കേട്ടോ. നീളമൊക്കെ കണ്ടോ? എനിക്ക് നിലത്ത് മുട്ടാൻ പാകത്തിനാണ് നീളം. എൻ്റെ എത്ര ഹൈറ്റ് ഉള്ളവർക്ക് വരെ നല്ല നീളം കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലും വലുത് എടുക്കട്ടെ, യാതൊരു ആവശ്യമില്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത്. താഴെ നല്ല വീതി കിട്ടും. സ്ലീവിൻ്റെ തുമ്പത്ത് ഈ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നെക്ക് ഡിസൈൻ ഇല്ലേ, അത് സ്ലീവിൻ്റെ തുമ്പത്തും കൊടുത്തിട്ടുണ്ട്. അത് ബ്ലൂ കളറിൽ വരും കേട്ടോ. ലൈറ്റ് കുറച്ചൊരു എന്താ ഡാർക്ക് ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ്. ഇനി ഇതേ വേറൊരെണ്ണം വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ. സ്ക്വയർ നെക്ക്. ഈ നെക്കിൽ ഒരു പാച്ച് വർക്ക് കണ്ടോ, വേറൊരു വർക്ക് കൊടുത്തിരിക്കുവാണ്. ഈ ഡിസൈനെല്ലാം നെക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളിലെല്ലാം ചെറിയ ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയും ഡിസൈനാണ് വന്നേക്കുന്നത്. സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. ഇടാനൊക്കെ നല്ല സുഖമായിരിക്കും. ഇങ്ങനെ വരും ഇതിൻ്റെ ഡിസൈനിങ് വരും. എനിക്ക് നിലത്ത് മുട്ടാൻ നീളമുണ്ട് കേട്ടോ. ഇതിന് സ്ലീവിൻ്റെ എൻഡിൽ ഈ ഒരു ഡിസൈൻ സ്ലീവ് എൻഡിൽ വരും കേട്ടോ. ബ്ലാക്കും വൈറ്റും കൂടാണ് കോമ്പിനേഷൻ. ചിലർക്ക് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനൊക്കെ ഇഷ്ടമാണ്. ഇത് അതുകൊണ്ട് നെക്സ്റ്റ് വരുന്ന കളർ കണ്ടോ, ഇത് കുറച്ച് ബാട്ടിക് ഡിസൈനാണ്. ഇതാ നെക്ക് ഇതുപോലെ തന്നെ വരും. ഇവിടെ വേറൊരു എന്താ പറയേണ്ടത് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത്. അതൊന്നും ഈ നെക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്, അത് വേറൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇവിടെ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട്. ഇതിനകത്ത് ബ്ലാക്ക് ബട്ടൺ, അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ബ്ലാക്ക് ആ ബട്ടൺ വർക്ക് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു ഗ്രീൻ ബ്ലാക്ക്, പിന്നെ എന്നാ പറയണ്ടത്, ഒരു ബിസ്ക്കറ്റ് കളർ, വൈറ്റ് എല്ലാം കൂടെ വരുന്ന ബാട്ടിക് ഡിസൈനാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. കണ്ടില്ലേ?
ഇതൊക്കെ നോക്കും നിങ്ങൾ, വീതിയാണ് ഇതിൻ്റെയൊക്കെ. എത്ര തടിയുള്ളവർക്കും ഒരല്പം പോലും തട്ടത്തില്ല, കുറച്ച് വീതി കൂടുതലാണെങ്കിലേ ഉള്ളൂ. സ്ലീവ് എൻഡിലും ആ നെക്കിൻ്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കളർ ഇഷ്ടമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. ഇതൊക്കെ അങ്ങനെ ഒരുപാട് തെറിച്ച് നിൽക്കുന്ന കളറൊട്ട് അല്ലതാനും, എന്നാൽ പ്യുവർ വൈറ്റ് അല്ലതാനും. ഇപ്പം എല്ലാവർക്കും വൈറ്റ് ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ വൈറ്റ് വിട്ടിട്ട് വേറെ കളർ എടുത്തിട്ടുണ്ട്. അടുത്തതൊരു ബ്ലൂവോ, ഇതാ ഇങ്ങനെ വരുന്നത്. ബ്ലൂവിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് നേവി ബ്ലൂ, അതിനകത്ത് ചെറിയ ചെറിയ പ്രിൻസും, നെക്കിനകത്തൊരു എന്താ പറയണ്ടേ, ഇവിടെ ഒരു തുറക്കാൻ കേട്ടോ, ഇത് ഓപ്പൺ ആണ്. ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വരെ ഹുക്സ് ഉണ്ട്, ഓപ്പണബിൾ ആണ്. ഇവിടെ ഒരു ചെറിയ പാച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നത് നല്ല നീളമാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് 340. അടുത്തത് വീണ്ടും വൈറ്റിൽ, വൈറ്റും ഇതിൻ്റെ അകത്തെ കളറ് വരുന്നത്, ഇത് എന്നാ കളറാണ് ഇത്, ഇതിൻ്റെ കളർ ഒരു ബ്രൗണിഷ്, ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരുന്നത് ഒരു ബ്രൗണിഷ്. നോക്കിക്കോട്ടോ, കാരണം നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഇതേപോലത്തെ പലതും ഉള്ളതുകൊണ്ട് ഞാൻ പറയുക. പുറമേ വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ പോലെ വരും, ഉള്ളിൽ വരുമ്പോൾ ഇച്ചിരിയും കൂടെ ഒരു പിങ്ക് പോലെ വരും. അങ്ങനെ ഇത് വരും. പാറ്റേൺ ഇങ്ങനെ തന്നെ വരും. ഇവിടെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും നെറ്റ്. ഈ കളർ വേണ്ടവർ ഇത് വാങ്ങിച്ചോളൂ. ഇതിൻ്റെ തന്നെ ഞാൻ പിങ്കും കാണിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് കളർ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാന്നേ കുറച്ചൊരു ക്ലോസർ വ്യൂവിൽ ഒരെണ്ണം എടുക്കണം കേട്ടോ. കുറച്ച് ക്ലോസ് ആയിട്ട് ഒരെണ്ണം എടുത്താൽ എനിക്ക് മനസ്സിലാവും. ആദ്യത്തേത് ശരിക്കുള്ള പിങ്ക് ആയിരുന്നു. ഇത് കുറച്ചും കൂടെ ഒരു സട്ടിൽ ലുക്കിൽ നിൽക്കും കേട്ടോ, ഒതുങ്ങി നിൽക്കുന്ന ഒരു കളർ. അടുത്തത് വീണ്ടും ഒരു ബ്ലൂവിൻ്റെ വേറൊരു ഡിസൈനാണ്, നോക്കിക്കോ. ഇതൊരു അജ്രക് ഡിസൈനൊക്കെ പോലത്തെ ഒരു ഡിസൈൻ വരും. നെക്ക് ഇതുപോലെ വരും. ഇതിനൊക്കെ ആണെങ്കിൽ ഒരുപാടിട്ട് ബഹളമില്ലതാനും, എന്നാൽ ഫുള്ളൊട്ട് വൈറ്റ് അല്ലാതാനും. ഫുള്ള് വൈറ്റ് ആകുമ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പണി ചെയ്യാനൊന്നും പറ്റത്തില്ല. കിച്ചണിൽ കയറി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, നമ്മൾ ഇതിട്ടുകൊണ്ട് വെറുതെ ഇരിക്കുമല്ലോ. പിന്നെ ഇത് നോക്കിക്കേ, ഇതാണ് കേട്ടോ, നമ്മുടെ മറ്റേ ഏലയില്ലേ അംബ്രല കട്ട്, ഇത് അംബ്രല കട്ടിൽ വരണത് കേട്ടോ. അംബ്രല കട്ട് വേണ്ടവർക്ക് ഇത് മേടിക്കും കേട്ടോ. ഇവിടെ വരെ പ്ലീറ്റ്സ് ഇല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല വിടുത്തുണ്ട്. ഇത് ഹാൻഡ്സ് 3/4 വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹാൻഡ് 3/4 വേണ്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഇതൊന്നും അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് ചെറുതാക്കിയാൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ അംബ്രല കട്ട് വാങ്ങിക്കുമ്പോൾ 3/4 സ്ലീവ് ആണ് വരുന്നത്, മാക്സിമം അങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരെണ്ണം നോക്കിക്കോളൂ. ഒരു ഗ്രീനാണ്, പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ. ഇനി ഇവിടെ ഇച്ചിരി ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. ഡിസൈൻ എല്ലാം ചെറിയ ചെറിയ ഡിസൈൻസ് നോക്കിക്കേ. ഡിസൈൻ കാണാമല്ലോ നിങ്ങൾക്കില്ലേ, ഇങ്ങനെ വരും. എനിക്ക് സ്ലീവ് ഇങ്ങനെ വരും. ഇതിൻ്റെ എന്നാ പറയണ്ടേ, ഈ ചെറിയ വട്ടങ്ങൾ കാണണില്ലേ, റൗണ്ട് ചെറിയ കുഞ്ഞു സാധനങ്ങൾ. അതിൻ്റെ കളർ വരണത് ഒരു ലൈറ്റ് മെറൂൺ, ഒത്തിരി ഡാർക്ക് മെറൂൺ അല്ല, ഒരു ലൈറ്റ് മെറൂൺ. ഈ കളറില്ലേ, മെറൂണും എന്നാ പറയണ്ടേ, ഈ ബ്രൗണും കൂടെ കൂടിയ ഒരു കളർ. മെറൂൺ എന്നും പറയാൻ പറ്റില്ല, ബ്രൗൺ എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളർ. ഇതാണ് കേട്ടോ. ഞാൻ അടുത്തത് നോക്കിക്കോ, ഇതാണ്. ഇതിൻ്റെ കളർ കുറച്ച് ഡിഫറെൻ്റ് ആണ്, നല്ലൊരു കളർ. ഇതിനിവിടെ ഇങ്ങനെ പാച്ച് വർക്ക് കൊടുത്തിട്ട് തയ്ക്കില്ലേ, അത് ആ ടൈപ്പാണ് കേട്ടോ. വരും എല്ലാത്തിനും ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ.
എല്ലാത്തിനും ഇവിടെ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരെ. ഇങ്ങനെയാണ് വരും നൈറ്റി. ഇത് പ്ലേറ്റഡ് ആണ് കേട്ടോ. നല്ല നീളമുണ്ട്. ഇതാ നോക്കിക്കോ, എല്ലാ നൈറ്റിക്കും നീളമുണ്ട്. ഞാൻ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇങ്ങനെ വരും. സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. അടുത്തത് നോക്കിക്കോ, ഇതാ വൈറ്റും ബ്ലൂവും. വൈറ്റും ബ്ലൂവും കോമ്പിനേഷൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ 2-3 ടൈപ്പ് അത് തന്നെ എടുത്തു. ഇതാ നെക്ക് വരുന്നത് സ്ക്വയറിൻ്റെ ഇവിടെ പാച്ച് കൊടുത്തിട്ട് അങ്ങനത്തെ നെക്ക് വരും. ഇങ്ങനെ വരും. സ്ലീവിൻ്റെ തുമ്പത്തും ഈ പാച്ച് വർക്കിൻ്റെ ഡിസൈൻ വരും കേട്ടോ. അതെല്ലാത്തിനും അങ്ങനെയാണ് വരുന്നത്. നീളവും വീതിയും ഒക്കെ നോക്കിക്കോ. അതാ ഇതിന് 340 ട്ടോ. ഇപ്പം കാണിച്ച എല്ലാ നൈറ്റിക്കും 340 ഇത് 340 ലാസ്റ്റ് നൈറ്റി ആയത്. സെയിം പാറ്റേൺ ഇപ്പോൾ കാണിച്ചതിൻ്റെ കളർ മാത്രം ഡിഫറെൻറ്റ്. ഇതിനകത്ത് ഇത് വരുന്നത് ബ്ലാക്കിഷ് ബ്രൗൺ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കളറും ഒരു മസ്റ്റർഡ് എല്ലവും കൂടെ കളർ വരുമ്പോൾ ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാനത് എടുത്തതാണ്. ഇവിടെ ഒരു ചെറിയ വേറൊരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് എന്താ പറയണ്ടേ, ഈ സൺഫ്ലവറിൻ്റെ പൂക്കളില്ലേ, അതുപോലത്തെ നിറച്ച് പൂക്കളാണ് അതിനകത്ത്. ബ്ലാക്കും ഇതും കൂടെ വരുമ്പോഴുള്ള ആ ഒരു ഭംഗി. ഈ കളറും ഈ ചന്ദന കളറിൻ്റെ കൂടെ, ബിസ്ക്കറ്റ് കളറാണ്, ചന്ദന കളറല്ല, ഇച്ചിരിയും കൂടെ ഡാർക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബ്ലാക്കും കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനായത്. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? ഇത്രയാണ് 340 നൈറ്റീസ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു, ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി കാണിക്കാൻ പോകുന്നത് ബാട്ടിക് നൈറ്റീസ്. ഞാനന്ന് കൊണ്ടുവന്നതിനും ഒരുപാട് എൻക്വയറി ആയിരുന്നു. ഇതേ കൊണ്ടുവന്നേക്കണം. ആദ്യത്തെ മെറൂണും മസ്റ്റർഡ് യെല്ലോയും കോമ്പിനേഷൻ. നെക്ക് വരുന്നത് ഇതാ ഇങ്ങനെ. ഓപ്പൺ ചെയ്ത് കാണിക്കാമേ. ഇങ്ങനെ വരും. മെറൂൺ ആൻഡ് മസ്റ്റർഡ് യെല്ലോ കോമ്പിനേഷൻ. എടുത്തില്ലേ സ്ക്രീൻഷോട്ട്? ഇവിടെ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ബട്ടൺ വർക്ക് കൊടുത്തിട്ട് ഓപ്പണിംഗ് ഉണ്ട്. മെറൂൺ അല്ല കേട്ടോ, ഇതൊരു ബ്രൗണാണ്. ഇത് ബ്രൗൺ, മെറൂൺ എന്നതിന് പറയാൻ പറ്റില്ല. ഇത് ബ്രൗണാണ് പറഞ്ഞത്, സോറി മാറിപ്പോയതാട്ടോ. ബ്രൗണാണത് കളർ. ബ്രൗണും മസ്റ്റർഡ്. ഇനി ഈ ബാട്ടിക് നൈറ്റീസിൻ്റെ ഒക്കെ റേറ്റിന് ഡിഫറെൻ്റ് ഉണ്ട്. 310 രൂപയാണ് കേട്ടോ. എല്ലാത്തിനും 310. ഇപ്പം ഇത് മുതൽ, ഇപ്പം കാണിച്ചത് മുതൽ എല്ലാത്തിനും. ഇതാ നെക്സ്റ്റ് നോക്കിക്കോ. റെഡല്ല, ഇത് ഒരു ഡാർക്ക് മെറൂണിഷ് റെഡും പിന്നെ കോഫി ബ്രൗൺ, ഡാർക്ക് കോഫി ബ്രൗണും പാച്ച് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. ഇത് ഏലൈൻ കട്ടിൽ വരണത് കേട്ടോ. താഴെ വരെ നീളം. അത് ഏലൈൻ കട്ടാണ് ഇത് കേട്ടോ. കണ്ടോ? പ്ലേറ്റഡ് അല്ല. ആദ്യം കാണിച്ചത് പ്ലേറ്റഡ് നൈറ്റിയാണ് കേട്ടോ. ഇത് ഏലൈൻ കട്ട. നല്ല കോമ്പിനേഷനാണ്. ഇത് ആ പ്രിന്റ് തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, ഇതിൻ്റെ ഈ സൈഡിൽ വരുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. നോക്കട്ടെ കേട്ടോ. ഇത് സെയിമാണ്. ഇതാദ്യം കാണിച്ചത് സെയിം തന്നെ. പ്രിൻ്റൊക്കെ സെയിമാണ്. എല്ലാം 310 കേട്ടോ. നെക്സ്റ്റ് ഇതേ ഗ്രീൻ, നല്ല ഗ്രീനും ബ്ലാക്കും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു വൈറ്റ് കളർ. നെക്ക് ഇതാകുന്ന കേട്ടോ. ഇതും ഏലൈനാണ് കേട്ടോ. നീളമൊക്കെ നിലത്തതാ. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്. ഈ ബ്ലാക്കും വൈറ്റും ഗ്രീനും. എന്നിട്ട് ഇതിനകത്തൊരു
സെൽഫ് ഡിസൈൻ പോലെ, ഈ ബാട്ടിക്കിലൊക്കെ ഇങ്ങനെ ഒരു സെൽഫ് ഡിസൈൻ പോലെ വരില്ലേ, കണ്ടൂടെ? ബാക്ക് സൈഡ് ഇതെല്ലാം 310 കേട്ടോ. നെക്സ്റ്റ് ഇതെല്ലാത്തിൻ്റെയും ബാട്ടിക് പ്രിൻ്റ് പല ടൈപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ. ബ്രൗണും ഒരു ലൈറ്റ് യെല്ലോയും കൂടെ ഉള്ളൊരു കോമ്പിനേഷനും ഒരു ക്രീമും. ഇത് മേലൈൻ കട്ടില്ല കേട്ടോ. പക്ഷെ ഇതിൻ്റെ എല്ലാ ഹാൻഡ്സിന് 3/4 അല്ല, നോർമൽ ഹാൻഡ്സ് തന്നെയുള്ളൂ. ബാട്ടിക്കിലൊന്നും വലുതായിട്ട് വരുന്നില്ല. ഇതിനും 310. ഈ മെറൂൺ റെഡിനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ബ്ലാക്ക് ആൻഡ് മെറൂൺ ഭയങ്കര ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് ഞാനത് കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ അങ്ങനെ വരും. ഇതിന് മറ്റേതിൽ വലിയ വട്ടമൊക്കെ ആയിരുന്നില്ല, ഇതിനങ്ങനെയല്ല. ഇതിൻ്റെ ഡിസൈൻ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇങ്ങനെ വരും. ഇത് മേലൈൻ കട്ടാ കേട്ടോ. ഇങ്ങനെ ഈ നടുക്കേ കൂടെ ഒരു ഫുൾ ഒരു ഡിസൈൻ പോയേക്കും. ബാട്ടിക്കിൻ്റെ ഒരു പ്രിന്റ് പോയേക്കണോ, പിന്നെ ഈ ഉള്ളിൽ വേറൊരു പ്രിന്റ് പോയേക്കണോ, കണ്ടോ? ലൈൻ കട്ടാണ് കേട്ടോ. മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. അത് ഇപ്പൊ കാണിച്ചത് ലൈൻ കട്ടായിരുന്നില്ലേ, ഇത് ഇതേ പ്ലീറ്റഡാണ്. ഇപ്പം ഞാൻ പറയുന്നതും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഏതാ. പിന്നെ കാണുമ്പോഴും നമുക്ക് കുറച്ചറിയാം. പ്ലീറ്റഡിന് കുറച്ചും കൂടെ ഇവിടെ മുതലേ ഒരു ഫ്ലെയർ കാണും. മറ്റേതാവുമ്പം ഇവിടെ ഒതുങ്ങിയിരിക്കും ലൈനിൻ്റെ. ഇത് കണ്ടോ, ഇത് പ്ലീറ്റഡ് ആണ്. കോമ്പിനേഷൻ അത് തന്നെയാണ്, പക്ഷെ ഡിസൈനും വ്യത്യാസമുണ്ട് കേട്ടോ. അതിൻ്റെ നടുക്കുള്ള ഡിസൈൻ അല്ല ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു എന്നാ പറയണ്ടേ, വേറൊരു ഡിസൈനാണ്. അതിൻ്റെ ഡിസൈൻ ഒരു കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ പ്ലീറ്റഡ് വേണമെന്നുള്ളവർ ഇത് മേടിക്കണം കേട്ടോ, പ്ലീറ്റഡ്. ഇത് രണ്ടും ഞാൻ അടുത്തടുത്ത് കാണിച്ചത് കൊണ്ട് മാറിപ്പോവരുത്. ആദ്യം കാണിച്ചത് ലൈൻ കട്ടായിരുന്നു, ഇപ്പം കാണിക്കുന്നതാണ് പ്ലീറ്റഡ് നൈറ്റി. രണ്ടിൻ്റെയും കോമ്പിനേഷൻ സെയിം ആണ്, അതുകൊണ്ടാണ് ഡിസൈൻ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് ലാസ്റ്റ് ഇത് ഞാൻ കാണിച്ചു. ഇത് ലൈൻ കട്ടാ കേട്ടോ. ഇതാണ് ലാസ്റ്റ് നൈറ്റി കേട്ടോ. ഇത്ര നൈറ്റികളേ ഉള്ളൂ. ഇപ്പം കുറേ നൈറ്റി ഞാൻ കാണിച്ചു. ഇതൊരു 10-20 എണ്ണം ഉണ്ട്. കുറേ നൈറ്റികളുണ്ട്, 20 അല്ല, അതിൽ കൂടുതലുണ്ട്. 24 എണ്ണം കണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത്രയും നൈറ്റികളുണ്ട്. അതിൽ ആദ്യം കാണിച്ച ഒരെണ്ണം മാത്രമേ എൽ സൈസേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ കാണിച്ചതിനെല്ലാം 340. പിന്നെ ഈ ബാട്ടിക് ഡിസൈൻ ഞാൻ തുടങ്ങിയപ്പം പറഞ്ഞു, അതിൻ്റെ റേറ്റ് എല്ലാത്തിനും 310 കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് ഇന്നലെ പോയി എടുത്തതാണ്. അപ്പം ഇപ്പോൾ നമുക്ക് ഓരോ സമയത്ത് ഓരോ ടൈപ്പും ഓരോ ഇതിലൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റേറ്റും ഒക്കെ വരുന്നത്. അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ട് ഒരു 40 rupees ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ. പിന്നെ എനിക്ക് ഇതിനകത്തൊരു ചെറിയ സജഷൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നൈറ്റിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കാതെ 2 എണ്ണം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ബെനിഫിറ്റാണ്. എനിക്ക് എങ്ങനെ ആയാലും എനിക്കൊരുപോലെ ആണല്ലോ. പക്ഷെ നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്നാന്ന് വെച്ചാൽ 2 എണ്ണത്തിനും കൂടെ ഉള്ള ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഈ 40 വെച്ച് കൊടുക്കണ്ട, ഒരു 60 രൂപയ്ക്ക് രണ്ടും കൂടെ പൊക്കോളും. പക്ഷെ നമ്മൾ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ ഓരോന്നിനും 40 രൂപ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നൈറ്റിയൊക്കെ നമുക്ക് എപ്പോഴായാലും ആവശ്യമില്ല. ഒരു ഡബ്ബാട്ടിക്ക് ഒരല്ലാത്തതും അങ്ങനെയൊക്കെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 80 രൂപയ്ക്ക് ഒരു 60 രൂപയ്ക്ക് 2 നൈറ്റി ഒരുമിച്ച് ഷിപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാവരും നല്ല സെൻസിൽ തന്നെ എടുക്കുക. പിന്നെ വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇത്രയും വിശേഷമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളുടെ നൈറ്റി കളക്ഷൻസൊക്കെ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക. കുറേ നൈറ്റികൾ ഒരുമിച്ച് ബുക്ക് ചെയ്യരുത്.
രണ്ടോ മൂന്നോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടിട്ട് പറയുക കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സ്റ്റേ ട്യൂൺഡ് ബൈ. വീണ്ടും നാളെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ.